കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും ഇടയ്ക്ക് ദൈവം നിശബ്ദനായിരുന്ന ഒരു ദിവസമാണ് ദുഃഖശനി. ക്രിസ്തു മരിച്ചെന്ന് ലോകം വിശ്വസിച്ചു. അവനെ വധിച്ചവർ കല്ലറയ്ക്ക് കാവലിരുന്നു. അവനെ വിശ്വസിച്ചവർ നിരാശരായി മുറിയടച്ചിരുന്നു. സഹനത്തിനും അത്ഭുതത്തിനുമിടയിൽ എപ്പോഴും ഒരു നിശബ്ദത ക്രിസ്തു പാലിച്ചിട്ടുണ്ട്. പണ്ട് വള്ളം കാറ്റിൽ ഉലഞ്ഞപ്പോൾ അമരത്ത് തലചായ്ച്ചുറങ്ങിയതും ലാസർ മരിച്ചിട്ട് 4 ദിവസം വൈകിയെത്തിയതുമൊക്കെ ഇങ്ങനെ അവൻ്റെ നിശബ്ദതയുടെ സമയമാണ്. നിശബ്ദതയ്ക്ക് ശേഷം അവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക എന്നാണ്. കടലടങ്ങുമെന്ന്, മരിച്ചവൻ ഉയർക്കുമെന്ന്. സഹനത്തിനും അത്ഭുതത്തിനും ഇടയിലുള്ള ദൈവത്തിൻ്റെ നിശബ്ദത നമ്മളും ജീവിതത്തിൽ കാണുന്നതാണ്. പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ലെന്ന് തോന്നുന്ന ദിവസങ്ങൾ, കേൾക്കാൻ അങ്ങനെ ഒരാളില്ലെന്ന് തോന്നുന്ന സമയങ്ങൾ. ഇത് വിശ്വാസത്തോടെ കാത്തിരിക്കാനുള്ള സമയമാണ്. അതുകൊണ്ടാണ് നാം ഇന്ന് മാമോദീസാവ്രതം നവീകരിക്കുന്നത്. തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്കായി ഏറ്റുപറഞ്ഞ വിശ്വാസം എന്ന് സ്വന്തം നാവുകൊണ്ട് ഏറ്റുപറയുമ്പോൾ ഇത് ഉയർപ്പ് കണ്ട് വിശ്വസിച്ച ദിവസമല്ല, അവൻ്റെ അടക്ക് കണ്ട് ഇനി എന്തെന്ന് കാത്തിരുന്ന സമയമാണ്. വിശ്വാസത്തിൻ്റെ പുത്തൻ വെള്ളവും പുത്തൻ തീയും അവൻ്റെ ശബ്ദം കേൾക്കാത്ത നിമിഷങ്ങളിലും കടന്നു പോകാനുള്ള ഊർജം നമുക്കും തരട്ടെ.